കൃപയ്ക്കായി ദൈവത്തിന് നന്ദി. ഹാലേലൂയ, സ്തോത്രം ചെയ്യുന്നു അപ്പാ. നന്ദി പിതാവേ, സ്തോത്രം. നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ. ഹാലേലൂയ അപ്പച്ച, എന്റെ കാര്യങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ അപ്പാ. സ്തോത്രം 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 ചെയ്യുന്നു കർത്താവേ. നന്ദി പിതാവേ അപ്പാ. ഹാലേലൂയ അപ്പാ. സ്തോത്രം ചെയ്യുന്നു പിതാവേ. താങ്ക് യു അപ്പാ. നന്ദി കർത്താവേ അപ്പാ. ഇനി ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മാവ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പിതാവേ. എല്ലാ മക്കളെയും ബലപ്പെടുത്തി ശക്തീകരിച്ച് എല്ലാ ക്ഷീണത്തിൽ നിന്നും വിടുവിച്ച് കർത്താവെ. ശരീരവും മനസ്സും കർത്താവെ സ്തോത്രം അവ എല്ലാം ഉണർന്ന് കർത്താവെ വചനം ഏറ്റെടുപ്പാൻ എല്ലാ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ. ദൈവങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന അപ്പ. പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കാൻ നന്ദി. വേണ്ടുന്ന എല്ലാ കൃപകളും നൽകിയാൽ നന്ദി അപ്പ. താങ്ക് യു ലോർഡ്. നന്ദി പിതാവെ, സ്തോത്രം അപ്പ. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ന്റെ 45 പിന്നെ 16-ന്റെ 4 വരെ ഞാൻ വായിക്കാമേ. മർക്കോസിന്റെ സുവിശേഷം 15-ന്റെ 45 മുതൽ. അവൻ മരിച്ചിട്ട് ഒട്ടു നേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസഫിന് നൽകി. അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറ വാതിൽക്കൽ ഒരു കല്ലുരുട്ടി വെച്ചു. അവനെ വെച്ച ഇടം മഗ്ദലക്കാരത്തി മറിയം യോസയുടെ അമ്മ മറിയം നോക്കിക്കണ്ടു. ശബ്ബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയം യാക്കോബിന്റെ അമ്മ മറിയം ശലോമിയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ട് അത് ഏറ്റവും വലുതായിരുന്നു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന എൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക കാഴ്ചപ്പാടും അല്ലെങ്കിൽ ആത്മീയമായ കാഴ്ചപ്പാടും. ആമേൻ. അല്ലെങ്കിൽ ഭൗതിക കണ്ണുകൾ കൊണ്ടുള്ള നോട്ടവും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ടുള്ള നമ്മുടെ നോട്ടവും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ കാണും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ പലതും കാണും, അതോടൊപ്പം നമ്മൾ വിശ്വാസ കണ്ണുകൾ കൊണ്ട് നമ്മൾ പലത് കാണണം. ആമേൻ. വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് കണ്ടാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വിശ്വാസ യാത്ര സക്സസ്ഫുൾ ആവുകയുള്ളൂ. ദൈവത്തിന്റെ മഹത്വം നമുക്ക് ഈ ഭൂമിയിൽ ഇരുന്നാലും നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. നമ്മളിവിടെ ചിന്തിച്ചു മഗ്ദലക്കാരത്തി മറിയം യോസയുടെ അമ്മ മറിയുടെയും കാര്യം കണ്ടു. നമുക്കറിയാം കർത്താവിനെ അവിടെ അടക്കി ആ കല്ലറയിൽ വെച്ച ശേഷം അവിടെ സംഭവിച്ചത് തന്നെ അവർ വലിയൊരു കല്ല് അവിടെ ആ കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചു. എന്നിട്ട് ഇവർ ഈ സ്ഥലം യോസയുടെ അമ്മ മറിയം നോക്കിക്കണ്ടു. ആമേൻ. അവനെ വെച്ച ഇടം മഗ്ദലക്കാരത്തി മറിയം യോസയുടെ അമ്മ മറിയം നോക്കിക്കണ്ടു. അപ്പൊ അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കണ്ടത് എന്തുവാ? അവരവിടെ ഒരു വലിയൊരു കല്ല് അവിടെ കൊണ്ട് അവർ വെച്ചത്, ആ വെച്ച സ്ഥലവും വെച്ച കല്ലും ഇതൊക്കെ വ്യക്തമായിട്ട് അവരത് നോക്കി കണ്ടു കഴിഞ്ഞു. ആമേൻ. പക്ഷെ എന്നാലും അവർ ചെയ്ത ഒരു കാര്യം എന്നാ? അവർ പിന്നീട് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആമേൻ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. ആമേൻ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ ആ കല്ലറയുടെ ആ ഫ്രണ്ട് ഭാഗം അല്ലെങ്കിൽ അത് വലിയൊരു കല്ല് അതിൻ്റെ മേളിൽ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അത് ഏറ്റവും വലുതായിരുന്നു. അതൊരു കുഞ്ഞു കല്ലല്ല, ഒരു സാധാരണ കല്ലല്ല, അത് ഏറ്റവും വലിയ കല്ലായിരുന്നു. അപ്പം ഇവർ ഈ കല്ല് കണ്ടപ്പോൾ ഇവരുടെ മനസ്സിനകത്തുണ്ട്, അയ്യോ എന്തൊരു അമണ്ടം കല്ല് അവിടെ കൊണ്ട് വെച്ചേക്കുന്നതെന്ന് അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇതെന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതാണ്, ഇത്രയും വലിയ കല്ലും ആ കല്ലറയുടെ വാതിക്കൽ അത് വെച്ച് അടച്ചിരിക്കുന്നതും സീലും വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം, വേറെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത്രയെല്ലാം അവർ കണ്ടിട്ടും അവർ പിന്നീട് ഈ സുഗന്ധവർഗം പൂശാനായിട്ട് കർത്താവിനെ പൂശാൻ വേണ്ടിയിട്ട് അവർ പോയി മേടിച്ചതിന്റെ കാര്യം എന്താ? ആമേൻ, സ്തോത്രം. അവര് കണ്ടതല്ലേ ആ സ്ഥലം, അവിടെ വലിയ കല്ലിരിക്കുന്നതും കണ്ടതല്ലേ? സ്തോത്രം. അവർ ആ കല്ലൊക്കെ കണ്ടതും അത് വലിയ കല്ലിന്റെ സൈസും അവർ കണ്ടതാണ്, കല്ലിന്റെ മേലുള്ള പവറും അവർ കണ്ടതാണ്. സ്തോത്രം. അവർക്ക് അവിടെ ചെന്ന് കർത്താവിന്റെ ശരീരത്തിൽ പൂശാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. പക്ഷെ എന്നാലും അവര് പോയി ഈ സുഗന്ധവർഗം മേടിച്ചതിന്റെ കാരണം ഞാൻ ചിന്തിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇവരുടെ മനസ്സിനകത്ത് ഉള്ള ഒരൊറ്റ കാര്യം കർത്താവിന്റെ ശരീരം മാത്രമായിരുന്നു.
അവരുടെ മനസ്സിനകത്ത് മുഴുവൻ ആ കല്ലായിരുന്നെങ്കിൽ ആ കല്ലിന്റെ വലിപ്പവും കല്ലിനകത്തുള്ള ആ കല്ലിന്റെ മേലുള്ള സീലും പറഞ്ഞ് അവിടെ ഇരുന്നേൻ. അല്ലേ? അവർ കണ്ട കാര്യം റിയാലിറ്റിയാണ്, ശരിയാ. അവരാ കല്ല് കണ്ടത് വലിയ കല്ലായിരുന്നു, അത് ഉറപ്പാ. പക്ഷേ ഈ കല്ലും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ ഇവർ സാധനം മേടിക്കാനും പോകത്തില്ല. അധികാലത്ത് എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നത് എന്തിനാ പോകുന്നേ? സാധാരണ രീതി നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ചിന്ത, എന്തിനാ പോകുന്നേ? ആ കല്ല് ആര് ഉരുട്ടി മാറ്റാനാ? അതാരെങ്കിലും മാറ്റാൻ പോകുന്നുണ്ടോ? അല്ലേ? അപ്പൊ ഈ കല്ലും കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ അവര് വിശ്വാസത്തോടു കൂടി ഒരു ചുവട് വെക്കത്തുമില്ല, അവര് ധൈര്യത്തോട് മുന്നോട്ട് പോകത്തുമില്ല. പക്ഷെ ഇവർക്ക് അതൊന്നുമല്ല വിഷയം. കല്ലുമല്ല, സീലുമല്ല, കല്ലിന്റെ വലിപ്പമല്ല വിഷയം. അവർ രണ്ടും കൽപ്പിച്ച് സ്റ്റെപ്പുകൾ എടുത്തു, അവർ മുന്നോട്ട് പോയി. ഹാലേലൂയ. അവർക്കൊരു മനസ്സിനകത്തിരുന്ന് ആര് ഉരുട്ടിക്കളയും. പക്ഷെ കല്ല് മാറിയോ മാറിയില്ലയോ അതൊന്നും അവർക്കൊരു വിഷയമല്ലായിരുന്നു. സ്തോത്രം. അവർ മുന്നോട്ട് പോയി. അവിടെ ചെന്നപ്പോഴെന്നെ അവിടെ കണ്ടത്, ഹാലേലൂയ, അവർ നോക്കിയപ്പം കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. സ്തോത്രം. ആമേൻ. അപ്പൊ നമ്മുടെ മനസ്സിനകത്ത്, ഹാലേലൂയ, നമ്മൾ പല കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ പലതും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഹാലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുവാ കാണുന്നത് ഇന്ന്? സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങളാണോ, അല്ല നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ നമ്മളുടെ വാഗ്ദത്തത്തിന് എതിരായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണോ നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്? അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആമേൻ. ഇവർ ആ കല്ലെ നോക്കി ഇരുന്നിരുന്നെങ്കിൽ അവർ മുന്നോട്ട് ഇറങ്ങത്തില്ല. സ്തോത്രം. പക്ഷെ അവരുടെ മനസ്സിനകത്ത് കല്ല് കയറാൻ അവർ അനുവദിച്ചില്ല. കല്ലിനെ ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ അവരവിടെ ഇരുത്തി. ആമേൻ. ആ കല്ലിനെ മൈൻഡ് ചെയ്യാതെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വിശ്വാസത്തിന്റെ പ്രവൃത്തി അവർ ശക്തിയോടുകൂടി അവർ മുന്നോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ ആ കല്ലെ നോക്കിയിരിക്കാതെ അവർ മുന്നോട്ട് പോയപ്പോൾ കല്ല് മാറ്റാൻ ദൈവം ദൂതനെ അയച്ചു. ആമേൻ. ഹാലേലൂയ. ആ കല്ല് ദൂതൻ ഉരുട്ടി മാറ്റി. ആര് ഉരുട്ടിക്കളയെന്നൊക്കെ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഉരുട്ടിക്കളയാൻ ആളില്ല, ആര് നമ്മുടെ കൂടെ വരും? ഈ കല്ല് വലുതാണ്, ഇതാ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇത് ചിന്തിച്ചോണ്ടിരുന്ന് സമയം കളഞ്ഞില്ല. ആമേ. സ്തോത്രം. അപ്പൊ കല്ലിനെ നോക്കിയിരുന്നാൽ, അല്ലെങ്കിൽ ആ തടസ്സത്തെ നോക്കിയിരുന്നാൽ, അല്ല നമ്മൾ ഇന്ന് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ നോർമലായിട്ട് കാണുന്ന കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന നമ്മുടെ സാഹചര്യം നമ്മുടെ മനസ്സിൽ കയറി അത് നമ്മുടെ മനസ്സിനകത്ത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണണം. വിശ്വാസത്തോടു കൂടി ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. ആമേൻ. അത് ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള വഴി ദൈവം ഒരുക്കും. അതിനുള്ള വഴി തീർച്ചയായിട്ടും ദൈവം ഒരുക്കിയിരിക്കും. പക്ഷേ ഈ എക്സ്ക്യൂസുകളും പറഞ്ഞ് ഒഴിവ് കഴിവുകളും പറഞ്ഞ് നമ്മൾ പുറകോട്ട് വലിഞ്ഞാൽ ഇതൊന്നും നമ്മൾ കാണത്തില്ല. ഇതേ ശിഷ്യന്മാർക്കും ഇത് ചെയ്യാമായിരുന്നേ, അല്ലേ? അവരെല്ലാം ഓടിപ്പോയി. സ്തോത്രം. അവരും ഇതുപോലെ വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നോ? ഇല്ലയോ? കാണാമായിരുന്നു. ഹാലേലൂയ. സ്തോത്രം. അവരൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് സുഗന്ധവർഗ്ഗം പക്ഷെ അതിലും പോയി മേടിച്ചോണ്ട് വരാൻ മേലെ. എന്നാലും മരിച്ച് എല്ലാവരും പോയി. അവിടെ കുറച്ച് പേര് സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ, അല്ലേ? എന്നാലേലും അവർക്ക് ചെയ്യരുതായിരുന്നു. അവർ ചെയ്തോ? ഇല്ല. പക്ഷേ അവർ നോക്കി വെച്ച ഇടം കണ്ട് കല്ലിന്റെ സൈസും കണ്ടിട്ടും അവരുടെ ഹൃദയത്തിലേക്ക് അവർ ആ കല്ലിനെ കയറ്റിയില്ല. അതിന് പകരം അവരുടെ ഹൃദയത്തിൽ മുഴുവനും കർത്താവിന് വേണ്ടി ഇത് എങ്ങനെയെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഒറ്റ കാര്യമുള്ളായിരുന്നു. ആമേൻ. ആ കല്ലിനെ നോക്കിയിരുന്നാൽ അവർ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ എഴുതത്ത് പോലുമില്ല. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം അവർ പിന്നെ അവിടെ ചെന്നപ്പം അവിടെ കണ്ടത് തന്നെ, അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയെങ്കിൽ ധരിച്ചൊരു ബാല്യക്കാരൻ വലതുഭാഗത്തിരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. പിന്നെ നമുക്കറിയാം, ബാക്കി നമുക്ക് പറയേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വലിയ കരങ്ങൾ അവിടെ കണ്ടു. അവർക്ക് ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്ത് മറ്റു ശിഷ്യന്മാരോടൊക്കെ പോയി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, പ്രത്യേകിച്ച് മഗ്ദലയുടെ കാര്യത്തിൽ അറിയാം, ആണ് ആദ്യമേ കാണുന്നത്. ഇതെല്ലാം ചെയ്യാൻ പറ്റിയ കാരണം എന്നാ? ഹാലിൽ അവരുടെ മനസ്സിലെ കല്ലിനെ അവർ കണ്ട കണ്ണിനെ നോക്കി കല്ലിനെ നോക്കിക്കൊണ്ടിരുന്നില്ല. അതിനു പകരം വിശ്വാസത്തോട്, പക്ഷെ ഞാൻ ഇന്ന് കല്ലിനെ നോക്കി കല്ലിന്റെ സൈസും വർണ്ണിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നില്ല, ഞാൻ മുന്നോട്ട് പോവാണ്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഹാലേലൂയ ദൈവത്തിന്റെ മഹത്വം കണ്ടു. അവരാണ് ബാക്കിയുള്ളവർക്ക് ഹാലേലൂയ വന്ന് ബാക്കി കർത്താവിന്റെ മഹത്വം കാണാൻ, ആ കാലിയായി കിടന്ന കല്ലറ കാണാൻ എല്ലാം ഹാലേലൂയ ഇടയായി തീർന്നത് ആർക്കാ? ഈ സ്ത്രീകൾക്കാണ്. ആമേൻ. അതുകൊണ്ട് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ കാണുന്ന വിഷയങ്ങളെ മാറ്റിവെച്ചിട്ട് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങാനുള്ള കൃപ ദൈവം നമുക്ക് നൽകി തരട്ടെ. ഇതേപോലെ വേറൊരു എക്സാമ്പിൾ നമുക്ക് വചനത്തിനകത്തുണ്ട്. നമുക്ക് കാണാം, നമ്പേഴ്സിന്റെ പുസ്തകം, സംഖ്യാപുസ്തകത്തിൽ നമുക്കറിയാം, അതിന്റെ 13-ാമത്തെ അധ്യായത്തിനകത്ത്
ആ, ഒന്ന് തൊട്ട് നമ്മൾ വായിക്കുവാണെങ്കിൽ കാണുന്നത് ഇങ്ങനെയാ: യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുക്കുവാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. എന്നിട്ട് അതിൻ്റെ താഴെ 15, 16 വരെ, 15 വരെ നമുക്ക് കാണാൻ പറ്റും ആരൊക്കെയാ പോയെന്ന്. എന്നിട്ട് 16 പറയുന്ന, ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേര് ഇവ തന്നെ. എന്നാൽ മോശ നൂന്റെ മകനായ ഹോശേയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. 17, മോശ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ അവരെ അയച്ച് അവരോട്, നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏതു വിധമുള്ളത്, അതിൽ കൂടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷം ആ, ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിയുവിൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരും എന്ന് പറഞ്ഞു. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. അങ്ങനെ അവർ കയറിപ്പോയി സീൻ മരുഭൂമി മുതൽ ഹാമാത്തിന് പോകുന്ന വഴിയായി രഹോബ് വരെ ദേശത്തെ ശോധന ചെയ്തു. അവർ തെക്കേ ദേശത്തൂടി ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹീമാനും ഉം, ശേഷായിയും തൽമായും ഉണ്ടായിരുന്നു. ഹെബ്രോൻ മിസ്രൈമിലെ സോവാറിന് 7 സംവത്സരം മുമ്പ് പണിതായിരുന്നു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് അവിടെ നിന്നൊരു മുന്തിരി വള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോന്നു. ആമേൻ. ഇസ്രയേൽ മക്കൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത മുന്തിരി കുല നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൽ താഴ്വര എന്ന് പേരായി. അവർ 40 ദിവസം കൊണ്ട് ദേശം നോക്കി കഴിഞ്ഞു മടങ്ങി വന്നു. സ്തോത്രം. അപ്പൊ മോശ ഇവരോട് പറഞ്ഞു വിട്ടു, ദേശം എങ്ങനെയുള്ളതാണ്, അവിടുത്തെ ജനങ്ങൾ ബലവാന്മാരാണോ ബലഹീനരാണോ ചുരുക്കമാണോ അധികമാണോ, പല പല ഇൻസ്ട്രക്ഷൻസ് ആണ് മോശ പറഞ്ഞു വിടുന്നത്. അപ്പൊ ദേശം എങ്ങനെയുള്ളതാണ്, ആകാത്തതാണോ നല്ലതാണോ, പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്ത, അതിൽ വൃക്ഷം ഉണ്ടോ ഇല്ലയോ, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവിടുത്തെ ഫലങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. സ്തോത്രം. നമുക്കറിയാം പിന്നെ സംഭവിച്ചത് എന്നാണ് അല്ലേ. 12 പേര് പോയി, 10 പേര് വന്ന് തിരിച്ചു പറഞ്ഞു എന്നാ. ഹല്ലേലൂയ. 10 പേര് പോയി, അവരെന്നാ കണ്ണുകൊണ്ട് കണ്ടോ 12 പേരും കണ്ടത് സെയിമാ. പക്ഷെ പറഞ്ഞത് വ്യത്യാസമുണ്ട്. ആമേൻ. പ്രസന്റ് ചെയ്തത് വ്യത്യാസമുണ്ട്. 12 പേരും ഭൗതിക കണ്ണുകൾ കൊണ്ട് കണ്ടത് സെയിം കാര്യങ്ങളാണ്. സ്തോത്രം. പക്ഷേ ആത്മകണ്ണുകൾ കൊണ്ട്, വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ടത് രണ്ടേ 2 പേരേ ഉള്ളൂ. അത് യോശുവയും കാലേബുവാ. അപ്പം ഈ ഭൗതിക കണ്ണുകൾ കൊണ്ട് കണ്ടതിനെ ആ കണ്ട രീതിയിൽ തന്നെ എടുത്ത് അവർ സംസാരിച്ചതാണ്. നമുക്ക് അതിൻ്റെ താഴോട്ട് നമുക്ക് കാണാൻ പറ്റും. അവരെന്നാ പറഞ്ഞതെന്നറിയാമോ? 32-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇതാണ്. ആ 31 പറയുന്നു, എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് വർത്തമാനമായി പറഞ്ഞു എന്തെന്ന്, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി, അവരുടെ കാഴ്ചക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. സ്തോത്രം. അപ്പൊ അവര് കണ്ട കാര്യങ്ങളൊക്കെ കണ്ട പോലെ പറയാ. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇവര് 40 ദിവസം ദേശത്തെ ഒറ്റ നോക്കിയതല്ലേ അല്ലേ. അപ്പൊ ഈ 40 ദിവസം ഒറ്റ നോക്കിയപ്പോ ഇവര് വല്ലതും ചെയ്തോ? ഇല്ല, ഇവരൊക്കെ തന്നെയല്ലേ അവിടെ ഉണ്ടായിരുന്നേ അല്ലേ. അപ്പൊ ഈ 40 ദിവസവും ഇവിടെ ഒറ്റുനോക്കി ദേശത്ത്, അതുപോലെ മുന്തിരിക്കലയൊക്കെ പറിച്ച് കോലെടുത്ത് അതേ വെച്ച് 2 പേര് ചുമന്ന്, അത് മാത്രമല്ല പിന്നെ അവർ പറിച്ചിട്ടുണ്ട് മാതളപ്പഴം അത്തിപ്പഴം, ഇതൊക്കെ പറിച്ച് സംഘടിപ്പിച്ച് സെറ്റപ്പ് ആക്കി പറഞ്ഞാൽ സമയം എടുക്കത്തില്ല. ഇപ്പൊ ആരേലും ഏതെങ്കിലും കൊല വെട്ടാനേലും ചെന്നപ്പം ആരേലും വന്നോ? ഒരൊറ്റ മല്ലം പോലും അനങ്ങിയില്ല. ദൈവത്തിന്റെ ഹിതമായിരുന്നു ഈ ഫലങ്ങളൊക്കെ അവരെ കൊണ്ട് കാണിക്കാൻ. ഇവന്മാരെ എല്ലാം ഇവരിവിടെ പരിശോധന ചെയ്യുന്ന സമയത്തും ഒരൊറ്റ മല്ലം പോലെ ഇവരെ ആരെയും പിടിക്കാതെ, അത് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ പോലും ചെന്നിട്ടില്ല. ഈ 12 പേരേ ഉള്ളൂ. ഈ 12 പേരെ പിടിക്കാൻ ഈ മല്ലന്മാർക്ക് എന്നെ സമയം വേണം അല്ലേ. പക്ഷേ ഇവര് ഞങ്ങളെ ഈ 40 ദിവസം ഈ ദേശത്തൂടെ നടന്ന് ഇതെല്ലാം കാണാൻ, അത് നല്ല ഡിസ്റ്റൻസ് അവർ പോയി കവർ ചെയ്തിട്ടുണ്ട്. 40 ദിവസം അവർ ദേശം എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ഈ കൊല പറിച്ചെടുക്കുമ്പോഴേക്കും, അവിടെ വെക്കടാ, എന്റെയാടാ കൊലയാണ്, നീ ആരാ വെട്ടിക്കൊണ്ട് ഇതൊന്നും ഒരുത്തിനും പോലും ചോദിക്കുന്നില്ല
അല്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതുമെല്ലാം ആയിട്ട് ദേശമൊക്കെ കണ്ടിട്ട് ഞങ്ങളെ ദൈവമേ, ഈ മല്ലന്മാരുടെയൊക്കെ ഇടയ്ക്ക് നിന്ന് നീ വിടുവിച്ചല്ലോ, ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന് അവരെയൊക്കെ കാണിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നിനക്ക് ഞങ്ങളെ ഈ 40 ദിവസം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏഹ് ഇനി ഞങ്ങൾ എല്ലാവരോടും ചെന്ന് ഉറപ്പായിട്ട് ദൈവത്തിന് ഞങ്ങളെ ഇവന്മാരെയൊക്കെ ശരിയാക്കിയിട്ട് അവിടെ ആ ദേശം നമുക്ക് തരാൻ മതിയായവനല്ലേ ഈ ദൈവം. ഹാലേലൂയ. പക്ഷേ ആ കാഴ്ചപ്പാടങ്ങ് മാറിപ്പോയി. തിരിച്ചു വന്നപ്പോൾ പിന്നെ അവർ ഇതൊന്നും അല്ല അവരുടെ മനസ്സിനകത്ത്. അവർ എന്നാ കണ്ണുകൊണ്ട് കണ്ടോ ആ കണ്ട കാര്യവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. ആമേ. എന്നിട്ട് പറഞ്ഞു എന്നാന്നറിയാമോ? ഈ ദേശം നിവാസികളെ തിന്നു കളയുന്ന ദേശമാണ്. ആമേൻ. നിവാസികളെ തിന്നു കളയുന്ന ദേശമാണ്. അവിടെ കണ്ട ജനം അതികായന്മാരാണ്. അപ്പൊ ദേശത്തിലുള്ള നല്ല കാര്യങ്ങളോ, അവിടെ ദൈവം അവരെ വിടുവിച്ചതോ, ഈ 40 ദിവസം അവരെ പ്രൊട്ടക്ട് ചെയ്തതോ, ഈ 40 ദിവസം ഒരു മല്ലം പോലും തൊടാതെ ഈ 12 പേരെ ദൈവം ഇത്രയും കാര്യമായിട്ട് സൂക്ഷിച്ച് തിരിച്ച് മോശയുടെ അടുത്ത് റിപ്പോർട്ട് കൊടുക്കാൻ ഇസ്രായേൽ മക്കളുടെ അടുത്ത് കൊണ്ടുവന്ന് ദൈവത്തിന്റെ മഹത്വം എല്ലാം മറന്നിട്ട് അവരവിടുത്തെ മല്ലന്മാരുടെ സൈസും ദേശത്ത് അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും, ഞങ്ങൾ അവരുടെ മുമ്പിൽ എന്നാ സൈസാണ്, ഞങ്ങൾ വെട്ടുക്കിളി പോലെ അവർക്ക് തന്നെ തോന്നി. എന്നിട്ട് ഇവർ പറയുന്ന മല്ലന്മാർക്ക് തോന്നി. ഏത് മല്ലനാ നിങ്ങൾ വെട്ടുക്കിളിയാന്ന് പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇതെല്ലാം ഈ കണ്ണുകൊണ്ട് പിന്നെ നമ്മുടെ മനസ്സിൽ സാത്താൻ കൊണ്ടുതരുന്ന ഓരോരോ ഇമാജിനേഷൻസ് ആണ് ഇത് മുഴുവൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഈ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ട് അതനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ അതനുസരിച്ചാണെങ്കിൽ നമുക്ക് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. അന്നേരമാണ് ഈ വേണ്ടാത്ത സംസാരങ്ങളെല്ലാം നമ്മുടെ നാവിൽ കൂടി കടന്നു വരുന്നത്. പക്ഷേ അതിന്റെ 14:3 നമുക്ക് പിന്നെ നമുക്കറിയാം, അവരവിടെ ഇസ്രായേൽ മക്കളെല്ലാം ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ അവരെല്ലാവരും ഭയങ്കരമായിട്ട് നിലവിളിച്ച് പിന്നെ പുറകുറുക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ പറഞ്ഞ്, വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തിന്? അപ്പം ഇവരെല്ലാം കൺക്ലൂഡ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ മല്ലന്മാരെല്ലാം വാളെടുത്ത് വെട്ടി ഇവരെ എല്ലാം കൊല്ലും. ഇതെല്ലാം ഇവര് കണ്ണി കണ്ട കാര്യം. അതുപോലെ അവർ മല്ലന്മാരാണ്, അവർ അതികായന്മാരാണ്, അത് ശരിയാണ്, സൈസ് കൂടുതലാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവർക്ക് ഇവരെ തൊടാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. ആമേൻ. ഈ ഈ വാളുകൊണ്ട് ഇവന്മാരുടെ കൈ കൊണ്ട് വീഴിക്കാനാണ്, അതിനാണോ ദൈവം ഉറ്റുനോക്കാൻ വിട്ടത്? അല്ല. ഒരു കാരണവശാലും അല്ല. ഇവരെ പേടിപ്പിക്കാനാണോ ദൈവം വിട്ടത്? അല്ല. സ്തോത്രം. അതിന് പകരം ഇവരെ കർത്താവിനൊന്ന് എങ്ങനെ ഇവരത് വിശ്വാസത്തോടു കൂടി എങ്ങനെ ഇത് കാണും എന്ന് കർത്താവിനൊന്ന് അറിയണമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ മല്ലന്മാരുടെ സൈസും ആ ദേശത്തിന്റെ മഹത്വമൊക്കെ കാണിച്ചു, ഫ്രൂട്ടൊക്കെ കാണിച്ചു. ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇവന്മാരെയും കൂടി കാണിച്ച് കർത്താവിനെ എങ്ങനെ ഒളിച്ചും പാത്തും ജയിപ്പിക്കാനല്ല, കർത്താവിന്റെ മഹത്വം കർത്താവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതിന്റെയൊക്കെ വലിപ്പമൊക്കെ ഒന്നൊന്ന് കാണിപ്പിക്കുന്നത്. ഹാലേലൂയ. ഞാൻ ചിന്തിക്കാറുണ്ട്, ചെങ്കടല് അവർ ഇങ്ങോട്ട് വന്ന വഴിക്ക് അതവിടെ തുറന്നിങ്ങനെ വഴിയായിട്ടിരുന്നെങ്കിൽ ഒരുത്തൻ പോലും ആ കടലിലോട്ട് ഇറങ്ങത്തില്ല ആ വഴിക്ക്. അത് കാരണം എപ്പോൾ ഇത് വന്ന് മൂടുമെന്ന് അറിയത്തില്ല. ആരിറങ്ങും? ആരും ഇറങ്ങത്തില്ല. പക്ഷെ ആ കടലിനെ കാണിച്ച് അവിടെ വഴിയില്ലാത്തൊരവസ്ഥ കണ്ട് അതിനുശേഷം അവിടുന്ന് നിലവിളിച്ചു. അപ്പം അവിടെ ഒരു വഴി തുറന്നു. അന്നേരം പിന്നെ വേറെ വഴിയില്ല. പുറകിൽ നിന്നും കർത്താവ് ഫറവോന്റെ കൂട്ടരെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവർ ഇറങ്ങുമോ? ഇറങ്ങത്തില്ല. അപ്പൊ പുറകില് വഴി ഇല്ലാതാക്കി, ഓടാൻ ഒരു ചാൻസും ദൈവം കൊടുത്തില്ല. അപ്പൊ എന്തിനാ ഈ പുറകെ കൊണ്ടുവരുന്നത്? ചില സമയങ്ങളിൽ ദൈവം ചിലത് അനുവദിക്കും. കാരണം ദൈവം തുറന്നു വെച്ച വഴിയിലോട്ട് നമ്മൾ ഇറങ്ങത്തില്ല. അപ്പം ഇറക്കി വിടാൻ ചിലതൊക്കെ പുറകെ വന്നെന്നിരിക്കും. അതുകൊണ്ട് സാരമില്ല. ദൈവത്തിന്റെ വലിയ മഹത്വം കാണിക്കാനാണ് ഈ ഒന്ന് അങ്ങോട്ട് പോയി ഒറ്റ നോക്കി. ഇവർക്ക് ഒറ്റ നോക്കിയാൽ ഇത് പറ്റുമെന്നുള്ളത് ദൈവത്തിന് നന്നായിട്ടറിയാം. പക്ഷെ എന്നാലും അവരെ പറഞ്ഞു വിട്ടു. അവരെങ്ങനെയാണ് തിരിച്ച് റിപ്പോർട്ടും കൊണ്ട് വരുന്നത്. പിന്നെ ഈ ജനത്തെ പേടിപ്പിക്കത്തക്ക രീതിയിലുള്ളതായിരുന്നു അവരുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ആരൊക്കെ വിശ്വസിച്ചോ, അവര് കണ്ണി കണ്ടതുപോലെ പറഞ്ഞത് അതുപോലെ ഈ ഭൗതിക ചെവി കൊണ്ട് കേട്ടവർ, അങ്ങനെ ഏറ്റെടുത്തവർ അവിടെ പുറപുറുപ്പും ബഹളവും തുടങ്ങി. ഹല്ലേലൂയ. പക്ഷേ കാലേബും ജോഷുവും പറഞ്ഞ എന്താ? ഇസ്രായേൽ മക്കളുടെ യോശുവയും യെഫുന്നെയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞു, എന്തെന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കി ദേശം എത്രയും നല്ല ദേശമാകും. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം വരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. ആമേൻ. മറ്റവര് വന്ന് 10 പേര് വന്നു പറഞ്ഞു എന്നാ? അവര് നിവാസികളെ തിന്നു കളയുന്ന ദേശമാണ്. ഇവര് പറയുന്നത് എന്നാ? അവര് നമ്മുടെ ഇരയാണ്.
അതൊക്കെ വ്യത്യാസം കണ്ടോ? ഹാലലൂയ. വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആ സാന്നിധ്യം, കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞ യോശുവയും കാലേബും പറയുവാണ്, അവര് നമ്മളെ അല്ല തിന്നാൻ പോകുന്നത്, നമ്മൾ അവരെ തിന്നും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആത്മ കണ്ണുകൾ തുറന്നല്ല, വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിശ്വാസത്തോടുകൂടി ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുവാനും വിശ്വാസത്തോടുകൂടി നമുക്ക് സ്റ്റെപ്പുകൾ എടുക്കാനും പറ്റുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ്, അവർ ശരണമില്ലാത്തവരാ. നമുക്ക് നമ്മുടെ കർത്താവ്, നമ്മുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ദേശം നമ്മുടെ ദൈവം നമുക്ക് തരും. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് പറ്റിയത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്പേഴ്സിന്റെ 14-ന്റെ 36, 37, 38 നമുക്ക് കാണാൻ പറ്റും. ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ചവരും മടങ്ങി വന്ന് ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുക്കുവാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുൻപാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. ഇവരാരും മല്ലന്മാരാലല്ല മരിച്ചത്. ആമേൻ. ഇവരെ ഒരു മല്ലനുമല്ല ഇവരെ കൊന്നത്. സ്തോത്രം. അവർ എന്നാ കണ്ടത് അതുപോലെ കേട്ട് അതിനകത്തുനിന്ന് ഒരു ഡിസൈൻമെന്റും ഇല്ലാതെ, ഒരു വിശ്വാസത്തിൻ്റെതായ യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും അത് അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്തതുകൊണ്ട് മല്ലന്മാരുടെ അടുത്തൊന്നും പോകേണ്ടി വന്നില്ല. അവർക്ക് തിന്നുന്നതിന് മുമ്പ് തന്നെ വേറെ ബാധ അവരെ തിന്ന്. കണ്ടോ? ഹല്ലേലൂയ. എൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നുണ്ട്, എന്നാൽ ദേശം ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂന്റെ മകനായ യോശുവയും യെഫുന്നെയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ വിശ്വാസ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടാൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ പ്രവൃത്തികൾ, കർത്താവിന് എന്നാ ചെയ്യാൻ പറ്റും, അങ്ങനെ വിശ്വാസത്തോടുകൂടി നമ്മൾ കാര്യങ്ങൾ വീക്ഷിച്ചാൽ, നോക്കിയാൽ, അങ്ങനെ കണ്ടാൽ, ഹല്ലേലൂയ, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടിട്ട് അത് നിമിത്തം നമ്മുടെ മനസ്സിൽ വരുന്ന ഇമാജിനേഷൻസിനെ നമുക്ക് റിജക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. അപ്പം ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മുടെ മനസ്സിൽ ഏറ്റെടുത്ത് വെച്ചിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്ത് കളയാൻ ഇത് ധാരാളം മതി. അവിശ്വാസത്തിന്റെ വലിയൊരു കോട്ട ഇങ്ങനെ മനസ്സിൽ വരാൻ ഈ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യം അങ്ങനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ അതിനെ നേരെ തിരിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എടുത്തു വെച്ച്, ദൈവത്തിന്റെ മഹത്വം എടുത്തു വെച്ച്, സങ്കീർത്തനം 34 പറയുന്നത്, ഓ കമാൻ മാഗ്നിഫൈ ദ ലോർഡ് വിത്ത് മീ. ഇപ്പൊ എന്ന് വെച്ചാൽ ദൈവത്തെ നമ്മൾ വലുതാക്കാനല്ല, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നമ്മുടെ ദൈവത്തെ വലുതായി കാണും. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തെ വലിയവനായി നമ്മൾ കണ്ടാൽ അന്നേരാണ് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുക. അവനെ ശരണം പ്രാപിക്കുന്നവർക്കൊന്നും ഒരു മുട്ടുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം കർത്താവിനെ നമ്മൾ വലിയവനായി കാണുക, നമ്മുടെ പ്രശ്നങ്ങളെയല്ല, ദൈവത്തെ വലിയവനായി കാണാൻ നമ്മുടെ ദൈവം നമുക്ക് കൃപ തരട്ടെ. അങ്ങനെ കണ്ടവർ, ഈ മല്ലന്മാരുടെ സൈസും മല്ലന്മാരെ വലുതാക്കി കണ്ടവർ, മല്ലന്മാരുടെ വാളുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ ബാധ കൊണ്ടാണ് മരിച്ചത്. ആമേൻ. സ്തോത്രം. പക്ഷേ വിശ്വാസത്തോടുകൂടി നിന്നവർ അവിടെ എത്തി. ദൈവം അവരുടെ കൂടെ നിന്ന് അവരെന്ത് പറഞ്ഞോ, അവരെന്ത് ദൈവം തരുമെന്ന് പറഞ്ഞോ, എന്ത് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞോ, അതെല്ലാം അവരനുഭവിച്ചു. ആര്? ഹല്ലേലൂയ. ഭയത്തെ, ഈ പറയപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം മാറ്റി വെച്ചേച്ചും മല്ലന്മാരുടെ സൈസ് നോക്കാതെ, അവരുടെ പ്രവൃത്തികളെ നോക്കാതെ, എങ്ങനെ ഇവരെ പറഞ്ഞോട്ടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ദൈവത്തെയും ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ വലിപ്പത്തെയും കണ്ടവർ, ഹല്ലേലൂയ, കർത്താവിൽ വിശ്വസിച്ചവർ ദൈവത്തിന്റെ മഹത്വം കണ്ടു അവരത് ഏറ്റെടുക്കേണ്ടത്, അവർ പ്രാപിക്കേണ്ടത് അവർ പ്രാപിക്കാൻ ദൈവം ഇടയാക്കി. ആമേൻ. ഇതുപോലെ തന്നെ നമ്മളിത് പലപ്പോഴും നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്, എങ്കിലും നമുക്കറിയാവുന്ന കാര്യമാണ് എലൈജയുടെ കാര്യം. എലൈജയുടെ കാര്യം നമുക്കറിയാം. ഒന്ന് രാജാക്കന്മാർ പുസ്തകം 18-ാം അധ്യായത്തിനകത്ത് നമ്മളത് കൂടുതൽ വായിച്ച സമയം കളയണ്ട, നമുക്കറിയാവുന്ന എല്ലാവർക്കും. ഏലിയാവ് അഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടോ എൻ്റെ 42 പറയുന്നത്, ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യുന്നതിന് മല കയറിപ്പോൾ ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞു മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അടുത്ത ഹല്ലേലൂയ. വലിയ മഴയുടെ മുഴക്കം ഉണ്ടെന്ന് ഏലിയാവ് പറഞ്ഞു ആഹാബിനോട്, അല്ലേ? പക്ഷേ ഈ ബാല്യക്കാരനോട് ചെന്ന് കടലിന് നേരെ നോക്കാൻ പറഞ്ഞപ്പോൾ ബാല്യക്കാരൻ കണ്ടതല്ല, ഒന്നും കണ്ടില്ല.
ഒന്നും കണ്ടില്ല, ഇവിടെ കാണാനൊന്നുമില്ല. അവിടെ അറ്റ്ലീസ്റ്റ് അവർ മല്ലന്മാരെ കണ്ടു, മഗ്ദലക്കാരത്തി മറിയ, അവരൊക്കെ കല്ലേലും കണ്ടു. ഇവിടെ കാണാൻ ഒന്നുമില്ല, ഒന്നും കണ്ടില്ല. അപ്പൊ ഏലിയാവ്, ഓ ഞാൻ കേട്ടത് വലിയ മുഴക്കമാണല്ലോ കേട്ടോണ്ടിരിക്കുന്നത്, ഇനിയിപ്പൊ കണ്ടില്ലേ, അയ്യോ ഇപ്പൊ കാണാത്തതിനെ ഓർത്ത് ഏലിയാവ് അവിടെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാ ഞാൻ ഈ മുഴക്കം കേട്ടോണ്ടിരിക്കുന്നത്? പക്ഷെ ഒന്നും കണ്ടില്ല. ഒന്നുകൂടി പോയി നോക്ക്, ഒന്നുമില്ല. ഒന്നുമില്ലേ? ആ എന്നാ എഴുന്നേറ്റ് പോയേക്കാം, നമുക്ക് പോയല്ല കഞ്ഞിയും കുടിക്കാന്ന് പറഞ്ഞു. ഇല്ല. അവിടെ എഴുന്നേറ്റ് പോയോ? ഇല്ല. ഒന്നുമില്ല, കാണാനും ഒന്നുമില്ല. പക്ഷേ ഈ വലിയ മുഴക്കം ആരുടെ ഹൃദയത്തിലുണ്ട്? ഏലിയാവിന്റെ ഹൃദയം. പക്ഷെ എന്താ കാണാനല്ലോ? ഒന്നും കാണുന്നില്ല. അടുത്ത പ്രാവശ്യം പോയി, മൂന്നാമത്തെ പ്രാവശ്യം, നാലാമത്തെ പ്രാവശ്യം, അഞ്ചാമത്തെ പ്രാവശ്യം, ഒന്നും കാണാനില്ല. ഒന്നുമില്ല കാണാൻ. ആ, ഒന്നും കാണുന്നില്ല. എന്നാ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്നെ കേൾക്കുന്ന വേറെ വല്ലോ ഡാം പൊട്ടിയതായിരിക്കും, ഒന്നാമത് വേറെ എവിടുന്നേലും വല്ല വെള്ളച്ചാട്ടം വരുന്നതായിരിക്കും എന്നൊന്നും ചിന്തിച്ച് അവിടെ നിന്നിട്ട് പോയില്ല. ഹാലേലൂയ. അതിന് പകരം ഏലിയാവിനറിയായിരുന്നു, ഈ വലിയ മുഴക്കം കേൾപ്പിച്ച ദൈവം ആ വലിയ മഴ പെയ്പ്പിച്ചോളും. ഹാലേലൂയ. പിന്നെ കണ്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് ഏഴാം പ്രാവശ്യം അവൻ ഇതാ കടലിൽ നിന്നൊരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പോകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ കണ്ടതന്നെ, നേരത്തെ ഒന്നും കാണുന്നില്ലായിരുന്നു, ഇപ്പൊ കണ്ടതന്നെ ഒരു ചെറിയ മേഘം. അപ്പൊ കണ്ടത് ചെറിയ മേഘമാണ്, പക്ഷെ ഏലിയാവ് ആ ചെറിയ മേഘത്തിൽ നോക്കി, അയ്യോ ഇതും കൊണ്ട് ഞാൻ കേൾക്കുന്ന വലിയ മുഴക്കത്തിന്റെ മഴ എവിടെ പെയ്യാന്? ഇത്ര ഉള്ളോ കർത്താവേ? ആ എന്നാ ഇനി മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞോ? ഇല്ല. ഹല്ലേലൂയ. ഏലിയാവ് തന്നെ പറഞ്ഞു, ചെറിയ മേഘമാണല്ലോ ശരി, അത് മതി. വലിയ മഴ തന്നെയാണ് ഏലിയാവ് പ്രതീക്ഷിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. വലിയ മഴ തന്നെ. കാരണം മഴ പെയ്യിപ്പിക്കുക എന്നുള്ളത് ദൈവം ഓൾറെഡി പറഞ്ഞ കാര്യം, അത് ദൈവം അത് ചെയ്യിപ്പിച്ചിരിക്കും. ആമേൻ. പക്ഷെ കാണുന്ന എന്നാ? ഇച്ചിരി മേഘം. സാധാരണ നമ്മളെ ബലപ്പെടുത്തണമെങ്കിൽ വലിയ കാറ്റും കോളും കറുത്ത മേഘമൊക്കെ വരുമ്പോൾ നമ്മളറിയാം, നമ്മൾ അന്നേരമാണ് നമ്മൾ മുറ്റത്തിട്ട് തുണി പറക്കുന്നതും ഉണങ്ങാനിട്ടിരിക്കുന്ന പുളി പറക്കുന്നതും എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഈ പെരുമഴ വരുന്നതിന്റെ അടയാളങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, ചാറ്റുമഴ ആയിരിക്കും, അതങ്ങ് പൊക്കോളും, അല്ലാണ്ട് വെയിലും മഴയും കൂടെ ഇടുന്നത് പൊക്കോളും എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിൽക്കുക, അതങ്ങ് ശരിയായി. പക്ഷേ വലിയ കാറ്റും വലിയ കറുത്ത മേഘം ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ ആകാശത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ ആരും ഇരിക്കത്തില്ല, എല്ലാവരും കൂടി കൂടി സ്പീഡിൽ ചെന്നും എല്ലാവരും കൂടി വിളിച്ച് അത് പറക്കി ഇത് പറക്കി മടക്കി കൂട്ടി നമ്മൾ സാധനങ്ങളിൽ മറ്റേ നമ്മൾ പ്രിപ്പയർ ആവും മഴയ്ക്ക്. പക്ഷെ ഇതൊന്നും അല്ല കണ്ടത്. അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ആകാശത്തൊന്ന് ചിന്തിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ബാൽക്കണി നിന്നപ്പം ഒരു കുഞ്ഞു മേഘം, ഒരു കറുത്ത മേഘം അവിടെ ഞാൻ കൊച്ചിനെ വിളിച്ച് കാണിച്ചു. കൊച്ചു നോക്കിക്കേ, എന്നാ കുഞ്ഞു മേഘം ഇത്, കണ്ടാ മഴ പെയ്യുന്ന ആർക്കെങ്കിലും തോന്നുമോ? ഇല്ല. ഞാൻ പറയത്തില്ല, നമ്മൾ നോട്ട് പോലും ചെയ്യത്തില്ല. പക്ഷെ ഇത്രയും കുഞ്ഞൊരു മേഘം കണ്ടപ്പം ആ മേഘത്തിന്റെ സൈസിനെ ഡിസ്പൈസ് ചെയ്യുവോ? അയ്യോ ഇതാണോ കർത്താവ്, ഇതും കൊണ്ടാണോ മഴ പെയ്ക്കാൻ പോകുന്നതെന്ന് പറയുകയോ? അവിടെ ഇരുന്ന് അവിശ്വാസത്തിന്റെ വാട നമുക്ക് പോയി, ഇനി നീ നോക്കിയത് മതി, 7 പ്രാവശ്യം കഴിഞ്ഞ്, 6 പ്രാവശ്യം നമ്മളൊന്നും കണ്ടില്ല, ഇനി കണ്ടതോ ഒരു ഇച്ചിരി, ഇനി ഇതുകൊണ്ട് എന്നാ മഴ പെയ്യാനാ? ആ ബാല്യക്കാരന്റെയും വിശ്വാസം കളഞ്ഞില്ല, ആഹാബിനോട് പോയി തിരുത്തിയും പറഞ്ഞില്ല, പറഞ്ഞു തന്നെ അവിടെ തന്നെ ഇരുന്ന്, എന്നിട്ട് പറഞ്ഞു ഓക്കെ, ബാക്കി വലിയ മഴ തന്നെ സംഭവിച്ചോ ഇല്ലയോ? അപ്പൊ കണ്ടത്, കണ്ണുകൾ കൊണ്ട് കണ്ടത് കുഞ്ഞു മേഘമാണ്. അത് ഏലിയാവ് കണ്ടില്ല, ബാല്യക്കാരനാ കണ്ട കാര്യം വന്ന് പറഞ്ഞതേ ഉള്ളൂ, അത്ര മതിയായിരുന്നു. കാരണം ഏലിയാവിനറിയാം ഞാൻ ആരുടെ സന്നിധിയിലാണ് ഇരിക്കുന്നത്, ആരായി പോയി കണ്ടേച്ച് വരുന്നത്, അവനെ എന്തെങ്കിലും കാണിപ്പിക്കുന്നെങ്കിൽ അത് ദൈവമായിരിക്കും. ഇച്ചിരി മതി, എൻ്റെ ദൈവം വലിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ എൻ്റെ കർത്താവ് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. അപ്പം ശരിക്കുള്ള ഈ കണ്ണുകൾ കൊണ്ട് കണ്ട് അതിനെ ആ രീതിയിൽ മാത്രം ഏറ്റെടുത്തിരിക്കുന്നെങ്കിൽ ഇരുന്നുവെങ്കിൽ ഇത്രയും വലിയ ദൈവപ്രവൃത്തി കാണത്തില്ലായിരുന്നു. പക്ഷേ അവിടെ ചെറിയ മേഘമായിരുന്നെങ്കിലും വലിയ മഴയുടെ മുഴക്കം ചെവിയിൽ കേട്ട ഏലിയാവ് വലിയ മഴ തന്നെയാണ് പ്രതീക്ഷിച്ചതും വിശ്വസിച്ചതും, അത് തന്നെ കാണാനിടയായി. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങളെ, സ്തോത്രം, നമ്മുടെ ആത്മ കണ്ണുകൾ കൊണ്ട് വെച്ച് അതിനെ സ്കാൻ ചെയ്ത് മാറ്റിക്കളയേണ്ട കാഴ്ചപ്പാടുകളെ നമ്മൾ മാറ്റിക്കളഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ മഹത്വം നമുക്ക് കാണാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇനി നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വന്നാൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഹല്ലേലൂയ. അതിനകത്ത് മോശയുടെ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അപ്പം അവൻ ശിശു സുന്ദരൻ എന്ന അമ്മയും അപ്പനും കണ്ടു.
അപ്പം അവരുടെ മുമ്പിലുള്ളത് എന്തുവാ? രാജാവിന്റെ കൽപ്പനയാണ്. ഉം. പക്ഷെ അവര് കണ്ട, അയ്യോ ഇതാണ് രാജാവിന്റെ കൽപ്പന, കണ്ടില്ലേ രാജാവിന്റെ കൽപ്പന കണ്ടോ? അവരതിനെ നോക്കിയിട്ട് ഉടനെ തന്നെ കൊച്ചിനെ എടുത്ത് ദൂരോട്ട് കളഞ്ഞോ? ഇല്ല. അപ്പോൾ ഒരു പാസ്റ്റർ മെസ്സേജ് പറയുന്നത് കേട്ടതാണ്, ആ ശിശു സുന്ദരൻ എന്നുള്ളതല്ല എൻ്റെ യഥാർത്ഥ മീനിങ്. മോസസ് വാസ് എ പ്രോപ്പർ ചൈൽഡ്. അപ്പൊ മോശയ്ക്കകത്തൊരു പ്രത്യേകത ആ അമ്മയപ്പന്മാർ കണ്ടു. അപ്പോൾ അവർ കണ്ടത് രാജാവിന്റെ കൽപ്പനയല്ല അവർ നോക്കിയത്, ഈ കുഞ്ഞിലുള്ള സവിശേഷതയെ അവർ നോക്കിയത്. എന്നിട്ട് എന്നാ ചെയ്തേ? അവർ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ആമേൻ, സ്തോത്രം. അതുപോലെ തന്നെ അതിന്റെ 24, 25, 26 നമുക്കറിയാം. മോശയ്ക്ക് വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ആമേൻ. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഇപ്പൊ മോശ ചെയ്ത കാര്യം കണ്ടോ? പ്രതിഫലം നോക്കിയത് കണ്ടു ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. അപ്പം മോശ നോക്കിയ കാര്യം ഒന്ന്, നല്ല സ്റ്റാറ്റസാ, ഫറവോന്റെ പുത്രിയുടെ മകൻ. വാവ്, വെരി നൈസ്. കേൾക്കാൻ നല്ല രസമുള്ള നല്ല സ്റ്റാറ്റസ് അല്ലേ? ആരുടെ മോനാ? എന്തൊരു നല്ല അഡ്രസ്സാ. സ്തോത്രം. പിന്നെയോ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ അടിപൊളി, സൂപ്പർ, നല്ല ഒന്നാന്തരം. നമുക്കറിയാലോ മിസ്രൈമിൽ എന്തെല്ലാം നിക്ഷേപങ്ങളുണ്ട്. ഇവരെല്ലാം എന്നെ ഇസ്രായേൽ മക്കളോട് കർത്താവ് തന്നെ പറഞ്ഞു അയൽവക്കക്കാരോടെല്ലാം മേടിച്ചോളാൻ. അപ്പൊ ഇത്രയും പേർക്ക് കൊടുക്കത്തക്ക കാര്യങ്ങൾ വെച്ചിട്ടിരിക്കുന്ന ആ സ്ഥലമാണ് മിസ്രൈമിലെ നിക്ഷേപങ്ങൾ. ഹല്ലേലൂയ. അവിടെ നിന്നല്ലേ ഇവരിത് മുഴുവൻ കൊണ്ടുവന്നേ, അല്ലെ? ആലയം പണിക്കുള്ള കാര്യങ്ങൾ തൊട്ട് എന്തെല്ലാം സൂത്രം നമ്മൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും ഇവർ ഇതെല്ലായിട്ടാണെങ്കിൽ പോകുന്നതെന്ന് പോയ വഴിക്ക്. പക്ഷെ എടുക്കേണ്ടതൊക്കെ എടുപ്പിക്കാൻ ദൈവം അവന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ച്, ഹല്ലേലൂയ, മേടിക്കേണ്ടതൊക്കെ മേടിപ്പിച്ച് ആ നിക്ഷേപങ്ങളൊക്കെ ആയിട്ടാണ് ഇവരിങ്ങ് പോരുന്നത്. പക്ഷെ മോശ ഒരു കാര്യം തിരഞ്ഞെടുത്തു. മോശയ്ക്ക് അവിടെ സ്റ്റക്കായി നിൽക്കായിരുന്നു. പക്ഷെ മോശ നിന്നില്ല. മോശ ഒരു കാര്യം നോക്കി. ആ ഇന്ന് അക്കൗണ്ട് നോക്കിയപ്പോൾ നിക്ഷേപങ്ങളുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ നല്ല സൂപ്പർ, നല്ല നല്ല ഒന്നാന്തരം ട്രഷറാണ് മോശയ്ക്കുള്ള. പിന്നെയോ നല്ല ഒന്നാന്തരം അഡ്രസ്സ്. ഇനി ഇതന്നെ, ഇനി ഇതിൽ കൂടുതൽ വേറെ വല്ലതും വേണോ? പക്ഷെ മോശ വേറൊരു കാര്യം കൂടി നോക്കി. ഹല്ലേലൂയ. മോശ പ്രതിഫലം നോക്കിയപ്പോഴത്തേനും ഒരു കാര്യം മനസ്സിലായി, ക്രിസ്തുവിന്റെ നിന്നയാണ് വലിയ ധനം. ആമേൻ. അപ്പൊ ഞാൻ ഈ കാണുന്ന ഇപ്പോഴത്തെ ഈ പുള്ളിക്കാരത്തിന്റെ അഡ്രസ്സ്, ഈ പുള്ളിക്കാരത്തിൽ പോകുമ്പോൾ ഇതോടുകൂടി ഇതെല്ലാം തീരും. അല്ലെങ്കിൽ ഈ നിക്ഷേപങ്ങള്, ഇത് കള്ളം കൊണ്ടുപോയാലും വേറെ എന്തെങ്കിലും പറ്റിയാലും ആ രാജ്യത്തൊരു ഭൂകമ്പം വന്നാലും ഇവിടെ എന്ത് വന്നാലും ഈ നിക്ഷേപങ്ങളെല്ലാം പോവും. പക്ഷെ ക്രിസ്തുവിന്റെ നിന്ന, അതാണ് എനിക്ക് വലിയ ധനം എന്നുള്ളത് മോശ മനസ്സിലാക്കിയതുകൊണ്ട് എന്നാ പറ്റി? ആ പ്രതിഫലത്തെ മോശ നോക്കിയപ്പം ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ മോശയെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്താണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുക. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കല്ലാണോ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളാണോ, നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണോ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്? അതോ ദൈവത്തിന്റെ വാഗ്ദത്തമാണോ, ദൈവത്തിന്റെ വലിപ്പമാണോ, ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണോ, ദൈവത്തിന്റെ വചനമാണ് എന്താ നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്നത്? അതനുസരിച്ചാണ് നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നമ്മൾ എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ. ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നിരാശപ്പെട്ടു പോകും, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സ് മടുത്തു പോകും. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമ്മൾ ക്ഷീണിച്ചു പോകും, നമുക്കൊരു ഉന്മേഷമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും, നമ്മുടെ നടപ്പിൽ ഒരു മടുപ്പ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതൊക്കെ എപ്പോഴാണെന്നറിയാം? നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യം നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം. പക്ഷെ അതിന് പകരം ഹല്ലേലൂയ, വിശ്വാസത്തോടു കൂടി വിശ്വാസ കണ്ണുകൾ തുറന്ന് ഈ സാഹചര്യത്തിന്റെ മേൽ ആ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങൾ, കർത്താവിന്റെ വാഗ്ദത്തം, ദൈവം നൽകിയ വചനങ്ങൾ, ഹല്ലേലൂയ, ദൈവം നമ്മളെ കേൾപ്പിച്ചിട്ടുള്ള പ്രവചന ശബ്ദങ്ങൾ, ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ച് അതൊക്കെ ചിന്തിച്ച് ധ്യാനിച്ചില്ല അങ്ങനെ നടക്കാൻ പോകുന്നത് ഇല്ല. ഇതുപോലെ നടക്കാൻ പോകുന്നില്ല. ഇതെല്ലാം താൽക്കാലികം. നടക്കാൻ പോകുന്നത് എൻ്റെ ദൈവത്തിന്റെ വലിയ മഹത്വം, അതാ നടക്കാൻ പോകുന്നത്. ഇത് തൽക്കാലത്തിനുള്ള. അങ്ങനെ നമ്മൾ അതിനെ മാറ്റിക്കളഞ്ഞാൽ, ആത്മകണ്ണുകൾ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ കണ്ടാൽ, ഹല്ലേലൂയ, നമ്മൾ പേടിക്കുന്നതോ നമ്മൾ അറച്ചറച്ച് മാറി നിൽക്കുന്നതോ അല്ല, അതുകൊണ്ടുള്ളൊരു കോൺസിക്വൻസസ് അല്ല നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അതിന് പകരം കർത്താവിന്റെ വലിയ മഹത്വം നമുക്ക് കാണുവാൻ നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ കർത്താവ് ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. നമ്മുടെ യേശുവിന് ഇതുപോലെ തന്നെ ഗിദെയോൻ പേടിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് മുന്തിരിച്ചക്കിന് അവിടെ നിന്നോണ്ടാണ് ഇങ്ങനെ മെതിച്ചോണ്ടിരിക്കുന്നത്.
പക്ഷെ കർത്താവ് ഗിദെയോനെ വിളിച്ച തന്നെ അന്നേരത്തെ സാഹചര്യം അവന്റെ പേടിയും കണ്ടോണ്ടുള്ള പേര് വിളിച്ച് ഇവൻ എന്നാ ചെയ്യാൻ പോകുന്ന ഓർത്തിട്ട് പറ്റ അല്ലയോ പരാക്രമശാലി എന്ന് വിളിച്ച്, അല്ലയോ ഇതുപോലെ പേടിയുള്ള പേടിത്തൊടരേന്നാണ് വിളിച്ചത്. അല്ല, എന്തിനാണ് ഇത്രയും പേടിക്കുന്നത്? ആ കാര്യമേ കർത്താവ് വേണ്ടിയില്ല. അവിടെ നിന്നുകൊണ്ടാണ് ഇവൻ മെതിക്കുന്നത്. ഹല്ലേലൂയ. അതല്ല അതിന്റെ സ്ഥലം. പക്ഷെ പേടി കാരണം അവിടെ നിൽക്കുന്നേ. പക്ഷെ കർത്താവ് വിളിച്ച് എന്നെ എന്ത് ഗിദെയോൻ ചെയ്യാൻ പോകുന്നോ അത് കണ്ടോണ്ടാണ്, ഗിദെയോന്റെ അന്നേരത്തെ പ്രവൃത്തി കണ്ടോണ്ടല്ല കർത്താവ് വിളിക്കുന്നത്. കർത്താവ് ഇവനെ കൊണ്ട് കർത്താവിന്റെ ശക്തിയാൽ എന്ത് ചെയ്യിപ്പിക്കാൻ പോകുന്നോ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് വിളിക്കുന്നത്. അല്ലയോ പരാക്രമശാലി. കാരണം അത്രയും വലിയൊരു പരാക്രമം അവൻ ചെയ്യാൻ പോവാ. അതുകൊണ്ടാണ് വിളിക്കുക. അപ്പൊ ഇന്നത്തെ അവസ്ഥ നോക്കിയല്ല കർത്താവ് നമ്മളെ. പത്രോസിനെ കണ്ടപ്പോ എന്നാ പറഞ്ഞേ? നീ പത്രോസാണെന്നല്ലേ. ഹല്ലേലൂയ. അന്നേരം എങ്ങനെയാ നിന്നേ? ഹല്ലേലൂയ. പക്ഷെ അതായ ഒരു സമയമുണ്ട്. പക്ഷെ ആകുന്നതാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മുടെ ഇന്നത്തെ അവസ്ഥകളല്ല കർത്താവിന് വിഷയം. ഹല്ലേലൂയ. എന്ത് കർത്താവ് ചെയ്യാൻ പോകുന്നതോ അത് കണ്ടുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. നമുക്കറിയാം, യായിറസിന്റെ മകള് മരിച്ചുപോയി, ലാസർ മരിച്ചുപോയി. ഇവിടെ രണ്ട് സമയത്തും കർത്താവ് അവർ പറഞ്ഞ് അവർ ഉറങ്ങുമായിരുന്നു. ഹല്ലേലൂയ. മരിച്ചുപോയി കേട്ടോ. അവസാനം ഇവർക്ക് മനസ്സിലാകാത്തന്നെ പറഞ്ഞ് ലാസർ മരിച്ചുപോയെന്ന്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറഞ്ഞ എന്നെ ലാസർ നിദ്ര കൊള്ളുന്നു. യായിറസിന്റെ മോളുടെ വീട്ടിൽ ചെന്നപ്പോഴും എന്നെ പറഞ്ഞ കൊണ്ട് ഉറങ്ങുവാന്ന്. കാരണം ആക്ച്വലി മരിച്ചിരിക്കുവാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കും. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ അത് ഉറക്കം മാത്രമല്ല. കാരണം കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ. ഇങ്ങനെയാണ് കർത്താവിന്റെ വീക്ഷണം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നത്? ഹല്ലേലൂയ. നമ്മൾ എന്തായിത്തീരും. അപ്പൊ ഇന്ന് നമുക്ക് പല അഡ്രസ് ഉണ്ട്. ഇന്നയാരുടെ മോള്, ഇന്നയാരുടെ മോള്, ഇന്നയാരുടെ മോള്. പക്ഷെ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞ കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ തക്കവണ്ണം പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നമ്മൾ ഈ ജഡത്തിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ വീണ്ടും ജനിച്ച് നമ്മളെ ഓരോരുത്തരെയും ആ ജഡത്തിലുള്ള സാറാമ, ജഡത്തിലുള്ള മിനി, ജഡത്തിലുള്ള ബിജി, ജഡത്തിലുള്ളവരെന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മുടെ അഡ്രസ്സ്. നമ്മളെ ദൈവ മക്കളെന്ന് തന്നെ വിളിച്ചിരിക്കുക. ഈവൻ ദോ നമ്മൾ ആ ഒരു കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ടിട്ടില്ല, നമ്മൾ അനുരൂപരായി തീർന്നിട്ടില്ല, നമ്മൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ മക്കളായി തന്നെ. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ അങ്ങോട്ട് തന്നെ പോകാൻ പോകും. പക്ഷെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെ നമ്മൾ ഓൾറെഡി അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ആമേൻ. അപ്പൊ നമ്മൾ എന്തായിത്തീരും എന്നുള്ളത് കണ്ടോണ്ടാണ് കർത്താവ് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇതേ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് അനുസരിച്ചായിരിക്കട്ടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ചിന്തകൾ, ഹല്ലേലൂയ, നമ്മുടെ സങ്കല്പനങ്ങൾ, നമ്മുടെ കണക്കുകൂടലുകൾ. ഇതെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കും ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വത്തിനും ഒത്തവണ്ണം നമ്മുടെ ചിന്തകളും സങ്കല്പനങ്ങളും ആയാൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നത് നമുക്ക് തള്ളിക്കളയാം. പിറുപിറുപ്പും നിരാശയും സങ്കടവും വിഷമവും ഭയവും എല്ലാം നമുക്ക് മാറ്റിക്കളയാം. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ശക്തിയോടെ നമ്മളിൽ പൂർത്തീകരിക്കുന്ന ശക്തിയോടെ തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, അത് നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവത്തിന്റെ മഹത്വം നമ്മളോട് വെളിപ്പെടുകയും ചെയ്യും. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം.